കൂട്ടുകാരെ, നമുക്ക് അടിപൊളി ഒരു നാട്ടുകോഴിക്കറിയും നാട്ടുകോഴി സൂപ്പ് ഉണ്ടാക്കാം. അടിപൊളിയാണെന്ന് വെച്ചാൽ അടിപൊളിയാണ്. അതിനുവേണ്ടി ഒരു ചട്ടിയിലോട്ട് 2 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 വലിയ സ്പൂണ് മല്ലി, 4 ഏലക്ക, 4 ഗ്രാമ്പു, 3 പീസ് പട്ട, ഉണക്കമുളക്, കടൽപ്പാസി, 1 ടീസ്പൂണ് പെരിഞ്ജീരകം, 1 ടീസ്പൂണ് ജീരകം ചേർത്ത് നന്നായി വറുത്തെടുക്കുക. അതിലോട്ട് കറിവേപ്പില, മല്ലിയില കുറച്ച് ചേർത്ത് കൊടുക്കുക. ഒരു കൈപ്പിടി ഫുള്ളായിട്ട് നാളികേരം ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുക. നാളികേരം നന്നായി വറുത്ത് വന്നാൽ നമുക്കൊരു ബ്രൗൺ കളർ ആവണം കേട്ടോ. അതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. അതേ ചട്ടിയിലോട്ട് ഒരു 10 മുതൽ 15 ചെറിയുള്ളി, 5 വെളുത്തുള്ളി, 1 പീസ് ഇഞ്ചി, മല്ലിയില, കറിവേപ്പില, 2 തക്കാളി, 1 പച്ചമുളക് നന്നായി വഴറ്റി കൊടുക്കുക. ഇനി അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് നന്നായി വേവിച്ചെടുക്കാം. ഇനി അതവിടെ ചൂടാറാൻ വെക്കട്ടെ. ഒരു കടായിലോട്ട് നല്ലെണ്ണ ഒഴിച്ച് ജീരകം, പെരുംജീരകം പൊട്ടിച്ച്, ഉണക്കമുളക്, 10 മുതൽ 15 ചെറിയുള്ളി, കറിവേപ്പില നന്നായി വാട്ടി കൊടുക്കാം. ഇനി അതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി കഴുകി വെച്ചിരിക്കുന്ന നാട്ടുകോഴിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഒരു കിലോ നാട്ടുകോഴിയുടെ അളവാണ് കേട്ടോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി നമ്മള് കുളമ്പ് മുളകാപ്പൊടി ഒരു 3 ടേബിൾ സ്പൂണോളം കുളമ്പ് മുളകാപ്പൊടി ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കരിയാൻ പാടില്ല. അപ്പൊ അതിലോട്ട് 2 ടേബിൾ സ്പൂണോളം നല്ലെണ്ണയും കൂടി ചേർത്ത്, ഈ നാട്ടുകോഴി നല്ലെണ്ണയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലത്. ഓക്കെ, പനിയൊക്കെ മാറാനായിട്ട് ഇതൊക്കെ നല്ലതാണ്. നാട്ടുകോഴിയുടെ സൂപ്പ് ഒഴിച്ച് കുടിക്കുന്നത്. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നമ്മൾ നാട്ടുകോഴി വേവിക്കണം. നന്നായി വെള്ളം ഒഴിച്ചോ, നമുക്ക് നാട്ടുകോഴിയുടെ സൂപ്പ് എടുക്കാനുള്ളതാണ്. അപ്പൊ അതനുസരിച്ച് വെള്ളം ഒഴിക്കുക. പുളിക്ക് ആവശ്യമായ 1/2 ചെറുനാരങ്ങയും കൂടി ചേർത്ത് മൂടി വെച്ചിട്ട് ഒരു 30 മുതൽ 40-45 മിനിറ്റ് വരെ വേവിക്കുക. ഇനി നേരത്തെ വാട്ടി വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് അരച്ച് പേസ്റ്റാക്കി വെക്കാം. ഇനിയൊരു ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നമ്മൾ നന്നായി ഇളക്കി നോക്കണം. നമ്മൾ നന്നായി വേവണം. നമ്മുടെ നാട്ടുകോഴി നന്നായി വെന്ത് നല്ല പാകമായി കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിലോട്ട് 1 മണിക്കൂറിന് ശേഷമാണ് ഞാൻ അതിലോട്ട് മല്ലിയൊക്കെ അരച്ച് പേസ്റ്റ് ചേർക്കുന്നത്. അതിലിനിയും കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി നേരം തിളപ്പിക്കാൻ വെച്ചു കേട്ടോ, ആ മസാലയൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ തക്കാളി അരച്ച പേസ്റ്റ് ചേർക്കണില്ല. അതിന് മുന്നേ തന്നെ ഞാൻ സൂപ്പിനുള്ളത് മാറ്റി വെക്കണേ. തക്കാളി പേസ്റ്റ് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. അതിന് മുന്നേ ഞാൻ സൂപ്പിനുള്ളത്, നമുക്ക് ആവശ്യത്തിനുള്ള സൂപ്പിനുള്ളത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് തക്കാളി അരച്ചതും കൂടി ചേർത്ത് കൊടുത്ത് ഒരു 15 മിനിറ്റ് കൂടി വേവിക്കാനായിട്ട് വിടാം. അപ്പൊ നമ്മുടെ തക്കാളി സൂപ്പും തക്കാളി അരച്ചതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ നാട്ടുകോഴിക്ക് നല്ല തിക്കായി കിട്ടും. നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സൂപ്പും തയ്യാറാണ്, നാട്ടുകോഴി കറിയും തയ്യാറാണ്. നമ്മുടെ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൂപ്പറാണ്. നാട്ടുകോഴി സൂപ്പ് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പനിയൊക്കെ പമ്പ കിടക്കുമെന്ന് പറയും. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. ബൈ ബൈ ഫ്രണ്ട്സ്.